ലൂസിഫർ. He's coming back. പക്ഷെ ഇത് കഥ വേറെയാണ്. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. തീയാണ് പാട്ട്, തീയാണ് സ്ക്രിപ്റ്റ്, തീയാണ് ഡയറക്ടർ, തീയാണ് ഇതിന് തീയാണെന്ന് പറഞ്ഞ അബ്രാം ഖുറേഷി അബ്രാം പൃഥ്വിരാജ് ചെയ്തു വെച്ചേക്കിരിക്കുന്ന ആ ഒരു സാധനം എന്തായാലും ഞെട്ടിച്ച് നമ്മളെ. ഇതൊക്കെ എന്ത് സംവിധായകന്റെ മുകളിൽ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര പേടിയാണ്. കാരണം ആക്ച്വലി വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുമായിരുന്നു എന്റെ അത്ര വട്ടുള്ള വേറെ ആരും ഇല്ലെന്ന്. എന്നൊക്കെ വട്ടുള്ള ഒരാളുണ്ട് ആക്ച്വലി. അതാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ. Any of this will happen. I don't know if I'll be, ഞാൻ ഒരു ഡയറക്ടർ ആകുമായിരുന്നു എന്ന് എനിക്കറിയില്ല. കാരണം ഐ കീപ് സെയിങ് ഐ വാസ് എൻ ആക്സിഡന്റൽ ഡയറക്ടർ. മുരളി മൈ ബ്രദർ വളരെ ഒരു ദിവസം ഇങ്ങനൊരു വിഷയം പറഞ്ഞത് ഡയറക്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. ആകസ്മികം എല്ലാം ചടപടേന്നായിരുന്നു. നമ്മൾ ഏത് സിനിമ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ. ഇവിടെ ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് എൻ്റെ സിനിമ ഡയറക്ട് ചെയ്ത ആൾക്കാർ. ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ. എനിക്ക് നിങ്ങളെ വിശ്വാസം. ഒരു കാര്യം പറയാനുള്ളത്, യു വാസ് ക്ലെയിമിംഗ് ദാറ്റ് ഈസ് എൻ ആക്സിഡന്റൽ ഡയറക്ടർ എന്നുള്ളതല്ല. It's not a correct thing. You are the chosen one for this. ഇല്ല, ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സിനിമ മാറുകയാണ്. ആ സിനിമയുടെ മാറ്റത്തിലൂടെ സഞ്ചരിച്ചിട്ട് ഒരു പുതിയ ദൃശ്യാനുഭവം കാഴ്ചവെക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് വളരെ. അവന്റെ നന്മയ്ക്ക് വേണ്ടി തെളിച്ച മെഴുകുതിരികളൊന്നും വെറുതെ കത്തി തീർന്നിട്ടില്ല, അത് ഉറപ്പാണ്. ഇപ്പൊ ലാലേട്ടൻ ആസ് യൂഷ്വൽ ആന്റണി ആ കുട്ടി 5-6 ഹെലികോപ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുള്ളൂ. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, നിമിത്തവും എലിപ്പനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ നന്നാവണ ലക്ഷണമുള്ള കാണുന്നത്. നമ്മുടെ പക്ഷെ യൂണിറ്റ് ചെറുതായിരുന്നു. കാര്യം പൃഥ്വി അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. 400 പേരൊക്കെ ഉണ്ടാവുള്ളൂ. 300-400 ആൾക്കാരായതുകൊണ്ട് ഇറ്റ്സ് എ സ്മോൾ യൂണിറ്റ് ആൻഡ് ഇറ്റ്സ് എ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ.